എല്ലാവർക്കും പാർട്ട് 3ലേക്ക് സ്വാഗതം. നമ്മൾ ആരണ്യ നിവാസിൽ റിസോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ആരണ്യ നിവാസിന്റെ ചുറ്റുപാടുള്ള ഫോറസ്റ്റ് ഏരിയയിലെ പരിസര പ്രദേശങ്ങൾ. ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് തേക്കടി ബോട്ട് യാത്രയൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് ഈ കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് പുറത്തുനിന്ന് വരുന്ന നമ്മുടെ KTDCയുടെ യാത്രക്കാരുമായി വരുന്ന ബസ്സുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് യാത്രക്കാരെ ഇവിടുന്ന് ഇറക്കിയിട്ട് ഇവിടുന്നാണ് നമ്മൾ ബോട്ടിൽ കയറ്റിയിട്ട് ഇവിടുന്ന് തേക്കടി പെരിയാർ റിസർവോയർ ഫുള്ള് കാണിക്കുന്നത്. ആരണ്യ നിവാസ് റിസോർട്ടിന്റെ നമ്മൾ താഴെ സ്റ്റെപ്പിലൂടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വൻ വൃക്ഷങ്ങൾ കാണാവുന്നതാണ്. ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കുറച്ച് ആൾക്കൂട്ടം കാണാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കാട്ടിൽ കാണുന്ന ഒരു മൃഗമായ മ്ലാവാണ് കാണുന്നത്. ഈ ചിലപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ചിലപ്പോൾ ഈ കാട്ടിനുള്ളിൽ നിന്ന് കുറേ വർഷങ്ങളായിട്ട് ഈ പരിസര പ്രദേശത്ത് കടന്ന് കറങ്ങുന്നതുകൊണ്ടായിരിക്കും മനുഷ്യരുമായിട്ട് ഇത്ര ഇണങ്ങി നിൽക്കുന്നത്. മനുഷ്യനെ കണ്ടിട്ട് ഒരു പേടിയോ ഒന്നുമില്ല, വളരെ ഭയമില്ലായ്മ കൂടെ ആയിരിക്കാം ഇത്ര മനുഷ്യരുമായിട്ട് ഇണങ്ങി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ മ്ലാവിനെയൊക്കെ കണ്ട ശേഷം നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഇവിടാണ് തേക്കടി റിസർവോയറിന്റെ മെയിൻ ഏരിയ. ഇവിടുന്നാണ് നമ്മൾ ബോട്ട് യാത്രകൾ തുടങ്ങുന്നത്. ബോട്ട് യാത്രാ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് ആണ് തേക്കടി റിസർവോയറിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ധാരാളം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ യാത്രക്കാർ വരുന്നത് ഈ ഒരു ഇവിടാണ് ബസ് കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് വരെയുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ട്. അത് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അവിടെ ഒരു പോലീസിന്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കവാടം തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അവിടെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തിപ്പെടാമെങ്കിൽ നമുക്ക് ഷട്ടിൽ ബസ് അവൈലബിൾ ആണ്. ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടിയുള്ളത് KTDCയുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് അവിടുന്ന് ബസ് പുറപ്പെട്ട് ഇവിടെ ഒരു 4 കിലോമീറ്ററോളം യാത്രയുണ്ട് മറ്റേ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട്. അപ്പം അങ്ങനെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ കാണുന്നത് പെരിയാർ റിസർവോയറിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെയാണ് ഈ ഒരു ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് പിക്ക് ഡ്രോപ്പ് എല്ലാം നടത്തുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോട്ട് ജെട്ടിയുള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ബോട്ട് ജെട്ടിയുടെ ഉൾവശമാണ്. ഏകദേശം ലാസ്റ്റ് ട്രിപ്പുള്ള ബോട്ട് സർവീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3:30 ലാസ്റ്റ് ബോട്ട്. ഇപ്പോൾ ഈവനിങ് സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുള്ള സൗകര്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് 3:30 അത് തിരിച്ചു വരുന്നത് ഏകദേശം 5 മണിയാണ്. അതോടുകൂടി ഇവിടുത്തെ യാത്രക്കാർക്കുള്ള എൻട്രി പോയിന്റ് ആ ടൈം കൊണ്ട് അവസാനിക്കുകയാണ്. 5 മണി വരെയുള്ള എൻട്രിയും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് അതിനുള്ളിലെ യാത്രക്കാരെയെല്ലാം ഈ പറഞ്ഞ 4 കിലോമീറ്റർ അപ്പുറമുള്ള ചെക്ക് പോസ്റ്റിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. പിന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പിന്നെ എൻട്രി ഒന്നുമില്ല. പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവർക്ക് പോലും 5 മണിക്ക് ശേഷം പുറത്തോട്ട് പോകാനോ മറ്റൊന്നും സൗകര്യമില്ല. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഹോട്ടലിൽ തന്നെ അല്ലെങ്കിൽ റിസോർട്ടിൽ തന്നെ താമസിക്കാവുന്നതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ബോട്ടിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ടൈം നോക്കി KTDC ഓൺലൈൻ സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും യാത്രക്കാർക്ക് ഏറ്റവും നല്ലത്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചേ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങ് ദൂരെ കാണുന്നത് 3:30 പോയ ബോട്ടുകൾ തിരിച്ചു വരവുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബോട്ട് ഇപ്പോൾ വന്ന് ബോട്ട് ജെട്ടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നേരത്തെ അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തിപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരെയും ബോട്ട് ജെട്ടിലോട്ട് വിടുന്നത്. അപ്പം അങ്ങ് ദൂരെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ദൂരെ മറ്റേ ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കങ്ങ് ദൂരെ അപ്പുറത്തെ മറുകരയിൽ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പെരിയാറിന്റെ ഈ സൈഡിൽ അപ്പുറത്തെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കാട്ടുപോത്തുകളും മ്ലാവുകളും അങ്ങനെ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. ഈ ക്യാമറയുടെ ഇതനുസരിച്ച് ധാരാളം മൃഗങ്ങളെ കാണാവുന്നതാണ്. ഈ സമയമാകുമ്പം ഇവിടുത്തെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് എല്ലാം ഒരു സൈലന്റ് മൂഡിലേക്ക് വരുന്ന കാരണം എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സമയമാണിത്.
പിന്നെ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഒരു യാത്രാ ടൈം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്ന ആൾക്കാർ രാവിലെ 7:30 ഒരു ബോട്ട് സർവീസും വൈകിട്ടത്തെ 5:30 കാരണം നമുക്ക് ധാരാളം മൃഗങ്ങൾ ഈ സമയങ്ങൾ കാടിനുള്ളിൽ നിന്ന് ഈ തീരത്തിലേക്ക് വരികയും വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ ധാരാളം മൃഗങ്ങളെ കാണാമെന്നുള്ള രീതിയിലാണ് ധാരാളം ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൈം ബുക്ക് ചെയ്യുന്നത്. ഈ ഒരു രാവിലത്തെ ടൈമിങ്ങും അതൊരു ഈവനിങ് ടൈമിങ്ങും ആണ് കൂടുതൽ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 ടൈമിംഗ് ആണ് ഇവിടെ അവൈലബിൾ ഉള്ളത് ബോട്ട് സർവീസിങ്ങിൻ്റെ. അപ്പോൾ അവിടെ വന്ന ബോട്ടിൽ നിന്നുള്ള യാത്രക്കാർ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരാനുള്ള ഒരു പാത്ത് വേ നടന്നു വരാനുള്ള വഴിയാണ് കാണുന്നത്. ധാരാളം യാത്രകൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്തായാലും നാളെ രാവിലത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. 7:30 ബോട്ട് യാത്രയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ല ധാരാളം മഴക്കോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. മഴ കാരണം നമ്മൾ തിരിച്ച് റിസോർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലൂടെ കുറച്ചു നേരം നടക്കണമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അതിനുള്ള മഴക്കോളും കാര്യങ്ങളും നല്ലൊരു മഴ പെയ്തു. അപ്പം കൂടുതൽ ഫോറസ്റ്റ് ഏരിയ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ ചുറ്റിക്കാണാനുള്ള സൗകര്യം കിട്ടിയില്ല. തിരിച്ച് നമ്മൾ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബിയർ പാർലറും അതുപോലെ നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ റെസ്റ്റോറൻറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്നത് ഇവിടെ കാണുന്ന പക്ഷികളുടെ ഫോട്ടോസാണ്, മൃഗങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇതിനൊക്കെ കാണണമെങ്കിൽ അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇതിനായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ടീയും സ്നാക്സൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങൾക്കുള്ള 7:30 ബോട്ട് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ അതുപോലെ ഇവിടെ പറയാനുള്ള നൈറ്റിലാണെങ്കിൽ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു റിസോർട്ടും അതിൻ്റെ ചുറ്റുപാടും പരിസര പ്രദേശങ്ങളൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ്. അതുപോലെ ഇതൊക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്തൊരു യാത്രയുള്ളത് നമ്മുടെ ബോട്ട് യാത്രയും കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ വരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.